നമസ്കാരം. ട്രിവി ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിൽ തെരുവ് നായ വിഷയമെന്ന് പറയുന്നത് ഏറെ പ്രക്ഷുബ്ധവും സാധാരണക്കാരെ ഏറ്റവും ബാധിക്കുന്നതുമായ ഒരു വിഷയമാണ്. ഇതിൽ തെരുവ് നായകളെ കൊന്നു തള്ളിയിട്ടാണെങ്കിൽ കൂടിയും അവയുടെ ശല്യം പരിഹരിക്കണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. അങ്ങനെയല്ല, തെരുവ് നായകൾക്കും അവകാശമുണ്ട് എന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇന്ന് ട്രിവി ബുള്ളറ്റിനോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കുവാനായി എത്തിയിരിക്കുന്നത് PFI മെമ്പറും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് സത്യനാണ്. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം. അഡ്വക്കേറ്റ് അരുൺ സൂചിപ്പിച്ചതുപോലെ തെരുവുനായയുടെ വിഷയം ഇന്ന് മാധ്യമങ്ങളിലും സൊസൈറ്റിയിലും ലൈവായിട്ട് നിൽക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഡൽഹിയിൽ നടന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുട്ടിയെ ഒരു നായ കടിച്ചു. നമ്മുടെ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തതാണ്. നായ കടിച്ചു, അതിനുശേഷം ഡെത്തായി. റാബീസ് മൂലമാണ് ഡെത്ത് ആയതെന്ന് മീഡിയാസിലൊക്കെ വന്നു. സുപ്രീം കോടതി സുവോ മോട്ടോ കേസ് എടുത്തു. അപ്പോൾ നമുക്ക് ഡോഗ്സിനെ പറ്റി ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഡോഗ്സ് ടെറിട്ടോറിയലാണ്. ഒരു ആവറേജ് ഒരു 10+ ഇയേഴ്സ് ഡോഗിനൊരു ലൈഫ് സ്പാൻ ഉണ്ട്. അതായത് ചില ഡോഗ്സ് ഒരു 14 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്, അതിലും കൂടുതൽ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 10 വയസ്സ് കഴിഞ്ഞ് പോവും മിക്ക ഡോഗ്സും. ആൻഡ് ഒരു അൺവാക്സിനേറ്റഡ് ഡോഗ് ഒരു റേബീസിൻ്റെ കാരിയർ ആവാൻ നല്ല സാധ്യതയുണ്ട്, ഒരു റേബീസ് ഇൻഫെക്റ്റഡ് ഡോഗുമായിട്ട് കോൺടാക്റ്റ് ആവുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം റേബീസിൻ്റെ വിഷയം എടുത്ത് നോക്കാം. റേബീസിന് ഇന്ന് വാക്സിൻ ഉണ്ട്. ഒരു ഡോഗിനെ വാക്സിനേറ്റ് ചെയ്യുവാണെങ്കിൽ അത് തന്നെ ഒരു സൊല്യൂഷനാണ്. രണ്ടാമത്തേത്, ഡോഗ് വാക്സിനേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഡോഗിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ സ്റ്റെറിലൈസേഷൻ ചെയ്ത ഒരു ഡോഗ് പിന്നെ പ്രൊക്രിയേറ്റ് ചെയ്യത്തില്ല, എണ്ണം കൂടത്തില്ല. ഇനി ഒരു മെയിൽ ഡോഗിനെ ഫീമെയിൽ ഡോഗിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തു, പിന്നെ അവരിൽ നിന്ന് ഇനിയും കുട്ടികൾ ഉണ്ടാവത്തില്ല, കൂടുതൽ പട്ടിക്കുട്ടികൾ ഉണ്ടാവില്ല. ആൻഡ് സ്ട്രീറ്റിൽ ഡോഗിൻ്റെ എണ്ണം കൂടത്തില്ല. വാക്സിനേഷൻ പ്ലസ് സ്റ്റെറിലൈസേഷൻ തന്നെയാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. ഇത് കൂടാതെ തന്നെ, ഇത് മെഡിക്കൽ സൈഡിൽ നിന്നുള്ള ഒരു അപ്രോച്ചാണ്. ഇത് കൂടാതെ തന്നെ ഈ വാക്സിനേഷൻ സ്റ്റെറിലൈസേഷൻ മാത്രമല്ല, സൊസൈറ്റിയുടെ സൈഡിൽ നിന്നും കൂടി ഉള്ള ഒരു ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. അതായത് ഒന്ന് ഫീഡിങ്, രണ്ടാമത്തേത് സോഷ്യലൈസേഷൻ. എപ്പോഴാണ് ഡോഗ്സ് അക്രമാസക്തരാകുന്നത്? അവർ ഉപദ്രവം ഏൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ആഹാരമില്ലാതെ അവർ അലഞ്ഞു നടക്കുമ്പോഴായിരിക്കും ഒരാൾ ഉപദ്രവിക്കുന്നത്. അപ്പോഴായിരിക്കും ഒരു 10 പേര് ഉപദ്രവിക്കുമ്പോഴായിരിക്കും ഒരു 11ാമത്തെ ആളെ പോയി കടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡോഗ്സിനെ നമ്മൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഡോഗ്സ് എല്ലാവരും ഫ്രണ്ട്ലി ആവും. അവർക്ക് അവരുടെ വിശപ്പ് കാരണം ഉണ്ടാവുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ ഒന്നും ഉണ്ടാവില്ല. ഹ്യൂമൻസ് ഫുഡ് കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ ഹ്യൂമൻസിനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ നന്ദിയോട് നിൽക്കും അവർ. ഏറ്റവും മോസ്റ്റ് താങ്ക്ഫുൾ ആനിമൽ ഒരു ഡോഗാണ്. നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ വേറെ ഒന്നും കൊടുക്കണ്ട. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, കുറേ ആഹാരം എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ആ എക്സ്ട്രാ ആഹാരത്തിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുത്താൽ മതി. രണ്ടാമത്തേത്, നമ്മൾ അവരോട് കരുണയോട് പെരുമാറുക. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഡോഗിനെ കാണുമ്പോൾ കല്ലെടുത്തെറിയുക, ബൈക്കിലൂടെ പോകുമ്പോൾ ചവിട്ടുക, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ശീലിച്ചത്. ഇതൊക്കെ വളരെ പരസ്യമായിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രോമ സഫർ ചെയ്യുന്ന ഒരു ഡോഗ്, അതിൻ്റെ ആ ഒരു ഇൻഹെറൻറ്റ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ട്രിഗേർഡ് ആവും. പിന്നെ ഒരു 5-6 പേര് കൂടി ചെയ്യുമ്പോൾ, പിന്നെ ഒരു 7ാമത്തെ ആൾ വരുമ്പോൾ അതൊരു ത്രെട്ട് പെർസീവ് ചെയ്യുമ്പോൾ സെൽഫ് ഡിഫെൻസിൽ അതങ്ങ് ആക്ട് ചെയ്തെന്ന് വരും. ഒരു വെൽ സോഷ്യലൈസ്ഡ്, നമ്മൾ വളരെ കെയറോടെ വളർത്തുന്ന ഒരു ഡോഗ് അങ്ങനെ ഒരിക്കലും ചെയ്യണമെന്നില്ല. അതുകൊണ്ട് സൊസൈറ്റിയുടെ സൈഡിൽ നിന്ന് ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു ചേഞ്ച് വരേണ്ട വളരെ ആവശ്യമുണ്ട്. പിന്നെ ഇപ്പോൾ
കമ്മിങ് ടു ഹൗ ദിസ് ക്യാൻ ബി കൺട്രോൾഡ്, ഒരു വാക്സിനേറ്റ് ആൻഡ് സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ സ്ട്രീറ്റിലുള്ള ഡോഗ്സിൻ്റെ പ്രോബ്ലം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ നമ്മളാരും ഡിസ്കസ് ചെയ്യാത്ത വേറൊരു പ്രോബ്ലം, പല ആളുകൾ വീട്ടിൽ വളർത്തുന്ന ഡോഗ്സിനെ അല്ലെങ്കിൽ അവർക്ക് പപ്പീസ് ഉണ്ടാകുമ്പോൾ അവർ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ടുപോയി റോഡിൽ ഉപേക്ഷിക്കും. ഇങ്ങനെ ഉപേക്ഷിക്കുന്ന ഡോഗ്സ് മൾട്ടിപ്ലൈ ചെയ്യും. അവർ വാക്സിനേറ്റഡ് ആയിരിക്കണമെന്നില്ല. അത്രയും നല്ല രീതി വാക്സിനേറ്റ് ആൻഡ് സ്റ്റെറിലൈസ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അപ്പോൾ ഈ ഡോഗ്സ് ഈ അബാൻഡൻമെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു പോപ്പുലേഷൻ സർജ്, അതും കൂടി കൺട്രോൾ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്പോൺസിബിൾ പെറ്റ് ഓണർഷിപ്പ് ഉണ്ടാവണം. പെറ്റ്സ് എടുക്കുന്നവർക്ക്, ഡോഗ്സ് എടുക്കുന്നവർ ഡോഗ്സിന് പ്രോപ്പറായിട്ട് ലൈസൻസ് എടുക്കണം. ആൻഡ് ഒരിക്കലും അവരെ സ്ട്രീറ്റിൽ കൊണ്ട് തള്ളാൻ പാടില്ല. ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഡോഗ്സിൻ്റെ പോപ്പുലേഷൻ നമുക്ക് കുറച്ച് ഒരു നെറ്റ് സീറോയിൽ എത്തിക്കാൻ സാധിക്കും. നിലവിൽ ഇതെല്ലാം നിയന്ത്രിക്കാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? ABC റൂൾസ് 2023 ഈ ആനിമൽസിൻ്റെ ബേർത്ത് കൺട്രോൾ ചെയ്ത് പോപ്പുലേഷൻ താഴെ കൊണ്ടുപോകാനുള്ള ഒരു സമ്പ്രദായം നിലവിലുണ്ട്. ആൻഡ് ഈ ഒരു സമ്പ്രദായം തന്നെ മതി നമ്മൾക്ക്. കാരണം ഒരു ഡോഗിനെ ക്യാപ്ചർ, സ്റ്റെറിലൈസ്, വാക്സിനേറ്റ് ആൻഡ് റിലീസ്, അതായത് ഒരു കമ്മ്യൂണിറ്റി ഡോഗിനെ ഒരു ഏരിയയിൽ നിന്ന് പിടിക്കുന്നു, അതിനെ വന്ധീകരണം ചെയ്യുന്നു, വാക്സിനേറ്റ് ചെയ്യുന്നു, ആൻഡ് അതേ ഏരിയയിൽ കൊണ്ടുപോയി റിലീസ് ചെയ്യുന്നു. ഇതാണ് നിലവിലെ സമ്പ്രദായം. ആൻഡ് ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ ഇപ്പോഴുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് ഈ സമ്പ്രദായം സിസ്റ്റംസ് ഉണ്ടായിട്ടും ഡോഗ് പോപ്പുലേഷൻ കൂടുന്നത്, ബൈറ്റ് ഇൻസിഡൻസ് ഉണ്ടാകുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ പ്രോപ്പറായിട്ട് ABC റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. ഒരു സ്റ്റെറിലൈസേഷൻ ഡ്രൈവ് ആണെങ്കിലും അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റഡ് ആവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡോഗിൻ്റെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ ഒരു 10+ years ആണെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 1 year old ഡോഗിനെ സ്റ്റെറിലൈസ് ചെയ്യുവാണെങ്കിൽ, ഇന്ന് കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഒരു 10 years ആകുമ്പോഴത്തേക്ക് ഒരു നെറ്റ് സീറോയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ നെറ്റ് സീറോയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കേസ് സ്റ്റഡീസ് ഉണ്ട്. നെതർലൻഡ്സിൽ ഇന്ന് ഒരു തെരുവ് നായ പോലും ഇല്ല. അവരെങ്ങനെയാണ് അവരുടെ സ്ട്രീറ്റ് ഡോഗ്സിനെ മാനേജ് ചെയ്തത്? അവരെല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയി ഒരു കൺഫൈൻമെൻറ്റിൽ കൊണ്ടിട്ടതല്ല, അല്ലെങ്കിൽ റോഡിലുള്ളവരെ എല്ലാം കൊന്നു തള്ളിയതല്ല. അതല്ല അവർ ചെയ്തത്. അവർ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്തു, എല്ലാ സ്ട്രീറ്റ് ഡോഗ്സിനെ സ്റ്റെറിലൈസ് ചെയ്തു. അങ്ങനെ ഓവർ ടൈം അവർക്ക് ഒരു നെറ്റ് സീറോ എത്താൻ പറ്റിയവർക്ക്. അതിൻ്റെ കൂടെ തന്നെ ബ്രീഡിങ്ങും ഇറസ്പോൺസിബിൾ പെറ്റ് ഓണർഷിപ്പിലും എല്ലാം സ്ട്രോങ് ആയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവന്നതോടുകൂടിയാണ് ആ ഒരു സൈഡും അവർ കവർ ചെയ്തത്. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വർക്കബിൾ സയൻറ്റിഫിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ABC റൂൾസ് ഫോളോ ചെയ്യുക, ആൻഡ് സൊസൈറ്റിയുടെ സൈഡിൽ നിന്ന് ഒരു കമ്പാഷനേറ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഫീഡിങ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നുള്ള അതിനോടൊപ്പം ഈ ഡോഗ്സിനെ അബാൻഡൻ ചെയ്യുന്നവർക്കെതിരെ ഒരു സ്ട്രിക്റ്റ് പണിഷ്മെന്റ് കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു നിയമനിർമ്മാണങ്ങളൂടെ നടത്തേണ്ട ആവശ്യകത ഉണ്ട്. അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇന്ന് അബാൻഡൻ ചെയ്യുന്ന ആളുകൾക്കെതിരെയുള്ള ലോ സ്ട്രോങ് അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ ഡോഗ്സിനെ ആയാലും ക്യാറ്റ്സിനെ ആയാലും തെരുവിൽ കൊണ്ട് അബാൻഡൻ ചെയ്യുന്നത്. ഇനിയും നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അതായത് സുപ്രീം കോർട്ടിൻ്റെ വേർഡിക്റ്റ് വന്നു. ഡൽഹി NCRലുള്ള സ്ട്രീറ്റ് ഡോഗ്സിനെ എല്ലാം ക്യാപ്ചർ ചെയ്ത് ഷെൽട്ടർ പണിത് അതിൽ കൊണ്ടുപോയി കൺഫൈൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വേർഡിക്റ്റ് തന്നെ പറയുന്നുണ്ട്, ഈ ക്യാപ്ചർ ചെയ്യുന്ന ഓരോ ഡോഗിൻ്റെയും റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവരെ ഷെൽട്ടറിൽ കൊണ്ടിടുമ്പോൾ ഷെൽട്ടർ സ്പേഷ്യസ് ആയിരിക്കണം, ഇവർക്ക് ആഡ്വക്കേറ്റ് ഫുഡ് കൊടുക്കണം,
വാക്സിനേറ്റ് ചെയ്യണം, ഇവരെ സ്റ്റെറിലൈസ് ചെയ്യണം, ഇവർ അവിടെ ഇരുന്ന് സഫർ ചെയ്യാൻ പാടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഡൽഹിയിൽ ഒരു 10 lakhs കൂടുതൽ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട്. അപ്പോൾ ഈ 10 lakhs അല്ലെങ്കിൽ മോർ ദാൻ 10 lakhs സ്ട്രീറ്റ് ഡോഗ്സിന് എല്ലാം ഷെൽട്ടർ പണിയുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നുള്ളതൊരു ചോദ്യമാണ്. രണ്ടാമത്തേത്, ഡൽഹി ഗവൺമെൻറ്റിന് ABC റൂൾസ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് വാക്സിനേറ്റ് ചെയ്യാനോ സ്റ്റെറിലൈസ് ചെയ്യാനോ എല്ലാ ഡോഗ്സിനെയും വാക്സിനേറ്റ് ആൻഡ് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിലവിലുള്ള ഡോഗ്സിനെ വാക്സിനേറ്റും സ്റ്റെറിലൈസ് ചെയ്യാൻ പോലും കഴിയാത്തൊരു ഗവൺമെൻറ് ഈ ഡോഗ്സിനെല്ലാം ഷെൽട്ടർ പണിത് ഇവരെ വാക്സിനേറ്റും ചെയ്ത് സ്റ്റെറിലൈസും ചെയ്ത് ഇവരുടെ റിമൈൻഡർ ഓഫ് ലൈഫത്തേക്ക് വെറ്റിനറി കെയറും കൊടുത്ത് ആഹാരം കൊടുക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ആലോചിച്ചാൽ ഇതൊരു ഇമ്പോസിബിൾ ടാസ്ക്കാണ്. ഇത് ആളുകളുടെ റൈറ്റ്സ് അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ആ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ റീസണിങ്. പക്ഷേ ഈ വിധി നടപ്പിലാക്കുന്നതിൽ ഹ്യൂമൻ ലൈഫിന് ഉള്ള ഒരു വലിയ ഡേഞ്ചർ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡോഗ്സ് ടെറിട്ടോറിയൽ ആണെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു 10 dogs ഉണ്ടെന്ന് വെക്കുക. ഇവരെ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസും വാക്സിനേറ്റും ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് അധികം ചെയ്യാം. ഈ സ്റ്റെറിലൈസ് ആൻഡ് വാക്സിനേറ്റഡ് ഡോഗ്സ് ടെറിട്ടോറിയൽ ബൈ നേച്ചർ ആയതുകൊണ്ട് തന്നെ ഒരു 11ാമത്തെ ഒരു ഡോഗ് വരുമ്പോഴത്തേക്ക് അയാളെ ഈ ടെറിട്ടറിക്കകത്തോട്ട് കയറ്റത്തില്ല. അപ്പോൾ ഈ ലൊക്കാലിറ്റിയിൽ ഈ ഒരു 10 dogs മാത്രമേ കാണത്തുള്ളൂ. ഇനി ഈ ഒരു വിധിയുടെ ഇംപ്ലിമെൻറ്റേഷനോടുകൂടി ഈ 10 dogsനെ ക്യാപ്ചർ ചെയ്ത് വേറെ സ്ഥലത്ത് കൊണ്ട് കൺഫൈൻ ചെയ്യുകയെന്ന് വയ്ക്കുക. പുറത്തുനിന്ന് വരുന്ന ഡോഗ്സിനെ തടയാനായിട്ട് അവിടുത്തെ കമ്മ്യൂണിറ്റി ഡോഗ്സ് ഇല്ല. അപ്പോൾ പുറത്തുനിന്നുള്ള ഡോഗ്സ് വരും അങ്ങോട്ട് ഈ ഒരു വാക്യൂം എഫക്റ്റിൽ. അപ്പോൾ ആ ഡോഗ്സ് വാക്സിനേറ്റഡും സ്റ്റെറിലൈസും ആയിരിക്കണമെന്നില്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഡോഗ്സിനെ നമുക്ക് വാക്സിനേറ്റഡ് സ്റ്റെറിലൈസ് ചെയ്യാം. പുറത്തുനിന്ന് വരുന്നത് എങ്ങനത്തെ ഡോഗ്സ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ വാക്സിനേറ്റഡ് ആൻഡ് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഡോഗ്സ് തന്നെയാണ് ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരുടെ റേബീസുമായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് എന്ന് പറയുന്നത്. കാരണം ഒരു വാക്സിനേറ്റഡ് ആൻഡ് സ്റ്റെറിലൈസ്ഡ് ഡോഗ് ഒരു റാബീസ് കാരിയർ ആവത്തില്ല. നേരെ മറിച്ച് പുറത്തുനിന്ന് വന്ന ഒരു അൺവാക്സിനേറ്റഡ് അൺസ്റ്റെറിലൈസ്ഡ് ഡോഗിന് ഒരു പക്ഷേ റേബീസ് കാരിയർ ആവാം. അപ്പോൾ ആളുകളും തമ്മിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറിനെയാണ് ഇപ്പോഴത്തെ വിധി നടപ്പിലാക്കുന്നതിലൂടെ സൊസൈറ്റിയിൽ നിന്ന് അങ്ങ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു വാക്സിനേറ്റഡ് ഡോഗിൻ്റെ ബൈറ്റ് ഒരാൾക്ക് കിട്ടുവാണെങ്കിൽ നാളെ ഒരു അൺവാക്സിനേറ്റഡ് ഡോഗിൻ്റെ ബൈറ്റ് കിട്ടിയെന്ന് വരും. മിനിമം റിസ്ക്കും ഡേഞ്ചറും വരുത്തുന്ന ഒരു സൊല്യൂഷനാണ് പ്രോപ്പറായിട്ട് വാക്സിനേറ്റ്, സ്റ്റെറിലൈസ് ആൻഡ് സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഈ ഒരു വിഷയത്തിൽ പീപ്പിൾ ഫോർ ആനിമൽസും ബാക്കിയുള്ള ആനിമൽ വെൽഫെയർ NGOസും കൂടെ ചേർന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. 17 ഓഗസ്റ്റിന്, അതായത് നാളെയാണ് പ്രൊട്ടസ്റ്റ് നടക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഉള്ള ആനിമൽസിനോട് കമ്പാഷനുള്ള എല്ലാവരും ഇതിൽ അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തു തന്നെ ആയാലും തിങ്കളാഴ്ച 18-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ കേസ് ഇരിക്കുകയാണ്. നമ്മളെ പോലെയുള്ള മൃഗങ്ങളോട് സ്നേഹമുള്ള, മൃഗങ്ങളോട് കരുണയുള്ള കുറേ മൃഗസ്നേഹി സംഘടനകളും വ്യക്തികളും നല്ലൊരു വാർത്തയ്ക്കായി കാത്തിരിക്കാം. താങ്കളുടെ വിലപ്പെട്ട സമയം റിവ്യൂ ബുള്ളറ്റിൻ ചാനലിന് വേണ്ടി ചിലവാക്കിയ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സത്യൻ, താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.